السلام عليكم ورحمة الله. കുത്തുബി 18. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. മീറിന്റെ ഖൗൽ ഖൗലുഹു ഇസ്നാദു അംദി. ശാരിഹിന്റെ ഖൗലി മീർ വെളിവാക്കുന്നു. ഖൗലുഹു ഇസ്നാദു അംദി, അതായത് ഹുക്മിനെ പറ്റി വിവരിച്ചെടുത്ത് പറഞ്ഞ വിഷയമാണ്. അഖൂലു, ഞാൻ പറയുന്നു. ഹാദ, ഈ ഇസ്നാദു അംദിൻ എന്ന് പറഞ്ഞതായ വാക്ക് യഉമ്മു, അത് ഉൾക്കൊള്ളിക്കും. അൽ ഹുക്മൽ ഹംദിയ, ഹംദിയായ ഹുക്മിനെ അത് ഉൾക്കൊള്ളിക്കും. അതേപോലെ തന്നെ വൽ ഇത്തിസ്വാലിയ, ഇത്തിസ്വാലിയായ ഹുക്മിനെയും വൽ ഇംഫിസാലിയ, ഇംഫിസാലിയായ ഹുക്മിനെയും ഉൾക്കൊള്ളിക്കും. ഏത് രൂപത്തിലുള്ള ഹുക്കുമാണ്? ഈജാബൻ നിലക്കായാലും ഔ സൽബ, സൽബൻ നിലക്കായാലും എങ്ങനെയായാലും. അതായത് ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞത് ഒരു ജവാബായിട്ട് പറയാണ്. എന്താ ജവാബ്? സ്വാദിന്റെ ജവാബായിട്ട് പറയാണ്. അതായത് സ്വാദ് എന്താണെന്ന് പറഞ്ഞാല് ഹുക്കുമിനുക്ക് ഇവിടെ താരീഫ് പറഞ്ഞല്ല, ആ ഹുക്കുമിനുക്ക് താരീഫ് പറഞ്ഞത് ജായിസല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം ആ താരീഫിൽ നിന്ന് ഏത് പുറപ്പെടുന്നുണ്ട്? ഇത്തിസാലിയായ ഹുക്കുമും ഇംഫിസാലിയായ ഹുക്കുമും പെടുന്നുണ്ട്. കാരണം അതിൽ സത്യത്തിൽ എന്ത് പറഞ്ഞാല് ഇസ്നാദു അംദിൻ ഇല അംദിൻ ആഖറ എന്ന വിഷയം ഏതിലില്ല? ഇത്തിസാലിയായ ഹുക്കുമിലും ഇംഫിസ്വാലിയായ ഹുക്കുമിലും ഇല്ല. പിന്നെ എന്താണ് അതിലുള്ളത്? ഒരമ്രിനെ മറ്റൊരു അമ്രിന്റെ അടുക്കൽ കൊണ്ടുപോയി വെക്കുക എന്നാണ് സത്യത്തിലുള്ളത്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയാണെന്ത്? അതായത് നിങ്ങൾ ആ പറഞ്ഞത് നമ്മൾ സമ്മതിക്കൂല. ഈ താരീഫ് ഇംഫിസാലിയായ ഹുക്കുമിനെയും ഇത്തിസാലിയായ ഹുക്കുമിനെയും സ്വീകരിക്കൂല എന്ന് പറഞ്ഞല്ലോ. അല്ല, അത് ഉൾക്കൊള്ളിക്കൂല എന്ന് പറഞ്ഞില്ലേ? ആ വിഷയം ഇവിടെ ശരിയല്ല. കാരണം ഇവിടെ ഇസ്നാദ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം, അതായത് പിന്നെ ഇവിടെ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം, ഇസ്നാദു അംദിൻ എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യുക? സുബൂത്താക്ക എന്നതേ ഉള്ളൂ. അപ്പൊ ഈ സുബൂത്താക്ക എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ഏത് ഉൾക്കൊണ്ട് വരാം? ഈ പറയപ്പെട്ട ഇത്തിസാലിയും ഇംഫസാലിയും ഒക്കെ എന്ത് ചെയ്യുക? ഉൾക്കൊണ്ട് വരാം. ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മൾ ഷർത്തിയ ജുംല എടുത്തു നോക്കുക. ഈ ഷർത്തിയ ജുംലയാകുമ്പം അതിന് സത്യത്തിൽ എന്തില്ല? ഹുക്കുമില്ലല്ലോ. ഷർത്തിയ ജുംലയുടെ തെർഫുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മഷ്റൂത്തിലേക്കും ജവാബിലേക്കും മുൻഫസിലായി നോക്കുകയാണെങ്കിൽ സത്യത്തിൽ അവിടെ ഹുക്കുമില്ല. അതായത് പിന്നെയോ അവിടെ ഹുക്കുമുള്ളത് ഏതടിസ്ഥാനത്തിലാണ്? ഇത്തിസാലിന്റെ ഇംഫിസാലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഇസ്നാദു അംദിൻ ആഖറ എന്ന് പറഞ്ഞത്, അതായത് അംദിയായ ഹുക്കുമിനെയും ഇത്തിസാലിയായ ഹുക്കുമിനെയും ഇംഫിസാലിയായ ഹുക്കുമിനെയും സ്വീകരിക്കൂല എന്ന്, അതായത് അത് ഉൾക്കൊള്ളിക്കൂല എന്ന് പറഞ്ഞ വാദം ശരിയല്ല. അതായത് ഉദ്ദേശം പറഞ്ഞാൽ ഹുക്കുമിനിക്ക് താരീഫ് പറഞ്ഞ് ഈ ഇസ്നാദു അംറ് കൊണ്ട് താരീഫ് പറയാൻ പറ്റൂല എന്നുള്ള വാദം ശരിയല്ല. പറ്റും. കാരണം ഈ ഇസ്നാദ് തന്നെ ഹംദിയായ ഹുക്കും, ഇപ്പൊ സെയ്ദും കായിമും, അതുപോലെ ഇത്തിസാലിയും ഇംഫസാലിയും രണ്ടുണ്ടാവുമല്ലോ. ഷർത്തിയ മുത്തസില, ഷർത്തിയ മുൻഫസില. ആ പറയപ്പെട്ടതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇസ്നാദ് എന്ന് പറഞ്ഞതായ കാര്യം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഹുക്കുമിനുക്ക് ഇവിടെ ഇസ്നാദു അംദിൻ എന്ന് താരീഫ് പറഞ്ഞത് അത് മോശത്തരൊന്നുമില്ല അതില്, അത് പ്രായോഗികമായ അഭിപ്രായം തന്നെയാണ്. ഇനി അടുത്ത കൗല് സുമ്മ മഫ്ഹൂമുൽ കാത്തിബ്. നമ്മൾ പിന്നെ ഇൻസാന് കാത്തിബാണെന്ന് പറഞ്ഞപ്പം അവിടെ ഇൻസാന്റെ ഇതറാക്ക്, അതുപോലെ കാത്തിബിന് ഇതറാക്ക് ചെയ്യാം, പിന്നെ അതിന്റെ മഫ്ഹൂമിന് ഇതറാക്ക് ചെയ്യാം എന്ന് വിഷയം ചർച്ച ചെയ്തല്ലോ. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയണം. അപ്പോലും താഹുർ ഇദ്റാക്കി മഫ്ഹൂമിൽ കാത്തിബി അൻ ഇദ്റാക്കിൽ ഇൻസാനി. താഹുർ ഇദ്റാക്കി മഫ്ഹൂമിൽ കാത്തിബി,
കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇദ്റാക്ക് ചെയ്യൽ പിന്തുക എന്ന് പറഞ്ഞ കാര്യം, കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇദ്റാക്ക് ചെയ്യുക എന്നുള്ളത് പിന്തല്. ഏതിനെ തൊട്ട് പിന്തുക? അൻ ഇദ്റാക്കിൽ ഇൻസാനി, ഇൻസാൻ ഇദ്റാക്ക് ചെയ്യുന്നതിനെ തൊട്ട്. ഇപ്പൊ അൽ ഇൻസാനു കാത്തിബ് എന്ന് പറയുമ്പോൾ ഇൻസാന് കൊണ്ട് കാത്തിബിന്റെ മേൽ നമ്മൾ ഹുക്കുമ് ചെയ്യല്ലേ. അപ്പൊ ഇവിടെ ആദ്യം പിന്നെ ഉണ്ടാവേണ്ടത് ഇൻസാനാണ്. അപ്പൊ ആദ്യം ഇദ്റാക്ക് ചെയ്യേണ്ടതും ഇൻസാനാണ്. ഇൻസാൻ ഇദ്റാക്ക് ചെയ്തതിന്റെ ശേഷമാണ് ഏതുണ്ടാവേണ്ടത്? അതായത് ഈ പറഞ്ഞതായ പിന്നെ കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇദ്റാക്ക് ചെയ്യുക എന്നത് ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം അതാണ് സത്യത്തിൽ പറഞ്ഞ കമാ തഖ്തദി ഈ ലഫ്ളത്ത് സുമ്മ, ഈ സുമ്മന്റെ ലഫ്ളത്ത് തേടുന്നുണ്ട്. അത് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അപ്പൊ കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇദ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഇൻസാന്റെ ഇദ്റാക്കിനെ തൊട്ട് പിന്ത എന്നുള്ളത് നമ്മൾ പറഞ്ഞ ഈ സുമ്മ എന്ന് പറഞ്ഞ മുസ്ലിം ശാരി കൊണ്ടുവന്ന ആ ലഫ്ളിന്റെ അടിസ്ഥാനത്തില് അത് ഏകദേശം ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ ശരിയൊക്കെ തന്നെയാണെങ്കിലും കൂടിയിട്ട് ലൈസ അമ്രം വാജിബ, അത് വാജിബായ അമ്രാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഏത്? അതായത് കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇൻസാനിനെ ഇദ്റാക്ക് ചെയ്യുന്നതൊരു പിന്ത എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ വാദം എന്തല്ല, ശരിയല്ല. പിന്നെ എന്തേ ഉള്ളൂ? നല്ല കാര്യം എന്ന് മാത്രം. കാരണം നിർബന്ധം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ ഇൻസാൻ പിന്നെയും ഇപ്പൊ ഉദാഹരണം പറയാം. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത് ഇൻസാനിനെയും കാത്തിബിനെ രണ്ടും കൂടി ഇദ്റാക്ക് ചെയ്ത് നോക്കുക. ഇൻസാനിനെയും കാത്തിബിന്റെയും രണ്ടിന്റെയും മഫ്ഹൂമിനെ ഒന്നിച്ചൊരാൾ ഇദ്റാക്ക് ചെയ്തു നോക്കുക. പിന്നെ അങ്ങനെ ഇദ്റാക്ക് ചെയ്യാൻ പറ്റായികയൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻസാനിന്റെ ഇദ്റാക്കിനെ തൊട്ട് കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇദ്റാക്ക് ചെയ്യുക എന്നുള്ള പിന്തല് നിർബന്ധമാണ് എന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. പിന്നെ എന്താണ്? വലുവ അമ്രുൻ ഇസ്തിഹ്സാനിയുൻ, അത് നല്ല കാര്യമാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. കാരണം അതായത് നമ്മൾ പറഞ്ഞ കഥയില് ചേരുവകൾ ചേരുമ്പോ ആ ചേരുവകള് പിന്നെ പ്രായോഗികമായ രൂപത്തിലാവണമെങ്കിൽ ഇങ്ങനെ ആവലാണ് നല്ലത്. അതാണ് കാരണം. എന്താ? ഫൈനല്ലൗല, ഏറ്റവും നല്ല വിഷയം എന്താണ്? കാര്യം ഇതിപ്പോ ഒന്ന് നമ്മള് പിന്നെ നിർബന്ധമല്ലാത്ത കാര്യം നിർബന്ധമില്ല എന്ന് പറഞ്ഞ് അതോടുകൂടി ഇസ്തിഹ്സാനിയായ അമ്രാന്നും പറഞ്ഞു. എന്നാലും ഇവിടെ മീറിന്റെ അഭിപ്രായ പ്രകാരം പറയാണ് ഫൈനല്ലൗല. കാരണം കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ലൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ആദ്യം യുലാഹു, ആദ്യം ദാത്തിന് എന്ത് ചെയ്യ ലിഹാല ചെയ്യ, അഥവാ അതിനെ മുറാത്ത് ചെയ്യാൻ അതിനെ സൂക്ഷിക്കപ്പെടുക. അതിനെ സംബന്ധിച്ച് ആദ്യം ശ്രദ്ധ ഉണ്ടാകുക. ഇതിനെ സംബന്ധിച്ച് ദാത്തിനെ സംബന്ധിച്ച് അവരെ അത് കഴിഞ്ഞിട്ട് സിഫാത്തിന്റെ മഫ്ഹൂമിന് എന്ത് ചെയ്യുക? സിഫാത്തിന്റെ മഫ്ഹൂമിനെ, സിഫത്തുകളുടെ മഫ്ഹൂമിന് എന്ത് ചെയ്യുക? മുലാഹദ ചെയ്യുക, മുറാത്ത് ചെയ്യുക. അപ്പൊ അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അപ്പൊ ഇവിടെ ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാല് എന്തെന്ന് പറയുന്നില്ല. അതായത് ഇപ്പൊ ഇൻസാന് കാത്തിബ് എന്നുള്ള ഓരോരോ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞതെന്ന് മാത്രം. മൊത്തത്തില് പിൽജുംല ഒരു പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞാന്ന് മാത്രം. ദാത്തിനാണ് ആദ്യം ലിഹാദ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സിഫത്തുകളെ മഫ്ഹൂമിന് എന്ത് ചെയ്യും. കാരണം ദാത്ത് മൗസൂഫല്ലേ, ദാത്ത് എന്നുള്ളത് മൗസൂഫാണ്. ഈ മൗസൂഫ് ഉണ്ടായതിന്റെ ശേഷമല്ലേ സിഫത്ത് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ ആദ്യം പിന്നെ നമ്മൾ മുറാത്ത് ചെയ്യേണ്ടതും ആദ്യം ശ്രദ്ധിക്കപ്പെടേണ്ടതും ഏതിനെ സംബന്ധിച്ചാണ്? ആദ്യം ശ്രദ്ധിക്കപ്പെടേണ്ടത് ദാത്തിനെ സംബന്ധിച്ചാണ്. അപ്പൊ ദാത്ത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, അതാണ് ആവശ്യം. എന്നവ അമ്മ ഇദ്റാഖു നിസ്ബത്തി സുബൂത്തിൽ കിതാബത്തി ഇലൽ ഇൻസാനി, അവിടെ വിഷയം. ഇപ്പൊ അമൽ ഇൻസാനു കാത്തിബ് എന്ന് പറയുമ്പോ ഈ കിതാബത്ത് ഇൻസാനിലേക്ക് സുബൂത്താവുക എന്ന ഒരു നിസ്ബനെ നമ്മൾ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളത് വരുമല്ലോ. അൽ ഇൻസാനു കാത്തിബ് എന്ന് പറഞ്ഞാല് ഈ കിതാബത്ത് എന്നുള്ളത് ഇൻസാനിലേക്ക് അത് സുബൂത്താണ് എന്ന ഒരു നിസ്ബ നമ്മൾ അവിടെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളത് വരും. ആദ്യം ഇൻസാൻ നമ്മൾ ഇദ്റാഖ് ചെയ്ത്, പിന്നെ കിതാബത്ത് നമ്മൾ ഇദ്റാഖ് ചെയ്ത്, പിന്നെ ഈ കിതാബത്ത് എന്നുള്ളത് ഇൻസാനിലേക്ക് സുബൂത്താണ്, ഇത് നമ്മൾ ഇദ്റാഖ് ചെയ്യണമല്ലോ. അങ്ങനെ ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞ വിഷയം ഫലാബുദ്ധ, അത് അത്യാവശ്യമാണ്. അയ്യത്താഖറ, പിന്തല്
അനിദ്റാക്കിഹിമാ മഹാ, ഇൻസാനും കിതാബത്തിനെയും ഇദ്റാഖ് ചെയ്യുന്നതിന് തൊട്ട് പിന്ത. അത് കുറച്ചും കൂടി നല്ല അഭിപ്രായമാണ്. അതായത് ആദ്യം ഇൻസാനെ മനസ്സിലാക്കണം, പിന്നെ കിതാബത്ത് എന്നുള്ളതിനെ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാ, അത് പിന്നെ ഈ ഇൻസാനിക്ക് കിതാബത്ത് സുബൂത്താണ് എന്നുള്ളതിന് എന്ത് ചെയ്യാം, നമ്മൾ ഇദ്റാഖ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ഫലാ ബുദ്ധ യഥാസറൻ ഇദ്റാഖിഹിമാ മഅ. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ കിതാബത്ത് ഇൻസാനിലേക്ക് സുബൂത്താക്കുക എന്നുള്ളത് പിന്നീട് ഉണ്ടാകുന്ന കാര്യമാണ്. ആദ്യം ഇൻസാൻ ഉണ്ടാവണം, പിന്നെ കിതാബത്ത് ഉണ്ടാവണം, അതിലെ ഹുക്കം ഉണ്ടാവണം, പിന്നെ അതിന്റെ ശേഷമാണ് എന്തുണ്ടാകുന്നത്, ഈ കിതാബത്തിനെ ഇൻസാനിലേക്ക് സുബൂത്താക്കുക എന്നുള്ള കാര്യം ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ അടുത്ത ഖൗലുഹു ബിമഅന ഇദ്റാഖി അന്ന നിസ്ബത വാഖിഅത്തുൻ ഔ ലൈസത് ബിവാഖിഅത്തി. അവിടെ വിശദീകരിച്ചല്ലോ. ഏതിന്റെ മാന അവിടെ വിശദീകരിച്ചത്? അവിടെ പറഞ്ഞില്ല ഇദ്റാഖ് വഖൂഇ നിസ്ബത്തി ഔലാ വഖൂഇഹ ബിമഅന ഇദ്റാഖി ബിമഅന, ഒരു മാന പ്രകാരം. ഏത്? ഇദ്റാഖി അന്ന നിസ്ബത വാഖിഅത്തുൻ ഔ ലൈസത് ബിവാഖിഅത്തി. അതായത് വഖൂഇ നിസ്ബനെ ഇദ്റാഖ് ചെയ്യാന്ന് പറഞ്ഞാലും ലാ വഖൂഇ നിസ്ബനെ ഇദ്റാഖ് ചെയ്യാന്ന് പറഞ്ഞാലും അതിന്റെ മാന എന്ത്? അതായത് നിസ്ബ വാഖിയാണ് എന്ന് ഇദ്റാഖ് ചെയ്യാ, എനിക്ക് നിസ്ബ വാഖി അല്ല എന്നെന്ത് ചെയ്യാ, ഇദ്റാഖ് ചെയ്യാ. അതാണ് സത്യത്തിൽ എന്തുള്ളത്, ഹുക്കുമുള്ളത് എന്നുള്ള പറഞ്ഞത്. അതാണ് ഇനി വിശദീകരിക്കാൻ പോണത്. ബിമാന അഖൂലു, ഞാൻ പറയുന്നു, യുരീദു ബിഹി, ഇതുകൊണ്ട് മുസാരിയെ ഉദ്ദേശിക്കുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നല ഞാനി, നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബി ഇദ്റാഖി വഖൂഇൻ നിസ്ബത്തി ഔലാ വഖൂഇഹ, വഖൂഉൻ നിസ്ബ അല്ലെങ്കിൽ ലാ വഖൂഉൻ നിസ്ബ, ഈ രണ്ട് വിഷയമാണ് ഹുക്കുമിലുണ്ടാകുക. അപ്പൊ ഈ വഖൂഉൻ നിസ്ബ ലാ വഖൂഉൻ നിസ്ബ എന്നതിനെ ഇദ്റാഖ് ചെയ്യാം. വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യാം, ലാ വഖൂഉൻ നിസ്ബനെ എന്ത് ചെയ്യാം, ഇദ്റാഖ് ചെയ്യാം. ആ ഇദ്റാഖ് ചെയ്യുക എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്തിനെ ഉദ്ദേശിക്കുന്നില്ല? അതായത് എന്തിനാ ഉദ്ദേശിക്കുന്നില്ല? അൻ യുദ്റക മഅനൽ വഖൂഇ ഔല്ലാ വഖൂഇ, വഖൂഇന്റെ മാനാനെ ഇദ്റാഖ് ചെയ്യുക, ലാ വഖൂഇന്റെ മാനാനെ ഇദ്റാഖ് ചെയ്യുക എന്നതല്ല. ഏത്? വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക, ലാ വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക, ലാ വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞാല് അതായത് വഖൂഇന്റെ മാന അല്ലെങ്കിൽ ലാ വഖൂഇന്റെ മാനാണ് ഇദ്റാഖ് ചെയ്യുക എന്നുള്ളതല്ല. ഏത് രൂപത്തില്? മുളാഫൻ മിനൻ നിസ്ബത്തി, നിസ്ബയിലേക്ക് ചേർക്കപ്പെട്ട രൂപത്തിൽ. അവൻ ഈ ലാ വഖൂഇനെയും വഖൂഇനെയും നിസ്ബയിലേക്ക് ചേർക്കപ്പെട്ട രൂപത്തില്, അതായത് വഖൂഇനെയും ലാ വഖൂഇന്റെയും മാനാണ് ഇദ്റാഖ് ചെയ്യലല്ല, ഇവിടെ വഖൂഉൻ നിസ്ബത്തിനെയും ലാ വഖൂഉൻ നിസ്ബത്തിനെയും ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഫൈന ഇദ്റാഖുഹുമാ, മനസ്സിലായ? പിന്നെ ഈ നിസ്ബനെ ഒന്ന വഖൂഇനെ ഇദ്റാഖ് ചെയ്യുക അല്ലെങ്കിൽ ലാ വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം എങ്ങനെ? ബിഹാദൽ മാന, ഈ മാനാന്റെ അടിസ്ഥാനത്തിൽ. ഏത് മാനാന്റെ അടിസ്ഥാനത്തില്? അതായത് ഇവിടെ പറഞ്ഞല്ലോ എങ്ങനെ? അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു മാന വിശദീകരിച്ചില്ല. ഈ പറഞ്ഞ മാനാന്റെ അടിസ്ഥാനത്തില്, ഈ പറയപ്പെട്ട മാനാന്റെ അടിസ്ഥാനത്തില് ഈ വഖൂഉൻ നിസ്ബയെയും ലാ വഖൂഉൻ നിസ്ബയെയും അതായത് എങ്ങനെ നിസ്ബയിലേക്ക് മുളാഫായ രൂപത്തില് വഖൂഇനെയും ലാ വഖൂഇന്റെയും മാനാനെയും ഇദ്റാഖ് ചെയ്യാ എന്ന് പറഞ്ഞാല് ഈ പറയപ്പെട്ട മാനാന്റെ അടിസ്ഥാനത്തില് ഈ വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യാന്ന് പറഞ്ഞാലും ലാ വഖൂഉൻ നിസ്ബനെ ഇദ്റാഖ് ചെയ്യാന്ന് പറഞ്ഞാലും ലൈസ ഹുക്കുമാ, അതിനെ പറ്റി ഹുക്കും അറിയാൻ പറ്റില്ല. അതൊരു ഹുക്കുമല്ല. പിന്നെന്താണോ? ബലുഹുവ ഇദ്റാഖു മുറക്കബിൻ തഖയീദി, ഒരു തഖയീദിയായ മുറക്കബിനെ ഇദ്റാഖ് ചെയ്യലാണ്. ഒരു തഖയീദിയായ നിസ്ബ കൊണ്ട് കൈത് കൊടുക്കപ്പെട്ട ഒരു തഖയീദിയായ മുറക്കബ്,
ആ തഖീദിയായ മുറക്കബിനെന്ത് ചെയ്യാ? ഇദ്റാഖ് ചെയ്യാ. അതെങ്ങനെ തഖീദി വന്നത്? ഇൻ കബീലിൽ ഇലാപത്തിന്റെ രൂപത്തിലൂടെ. അപ്പൊ ഇലാപത്തിന്റെ രൂപത്തിലൂടെയുള്ള തഖീദിയായ മുറക്കബിനെ ഇദ്റാഖ് ചെയ്യലാണ്. അതാണ് അത്. ഏത്? ഈ പറഞ്ഞ കൊണ്ടുള്ളത് ഈ ഇദ്റാഖ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ മായന കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. മനസ്സിലായ? പിന്നെ എന്തല്ല അതിനെ സംബന്ധിച്ച് ഹുക്കുമു എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. പിന്നെ ഇലാപത്തിന്റെ അടിസ്ഥാനത്തില് തഖീദിയായ മുറക്കബിനെ ഇദ്റാഖ് ചെയ്യലാണ് എന്നേ അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. പക്ഷെ കാര്യം അങ്ങനെ കാണെങ്കിലും ബൽ ന്യായിനി എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നു എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നു ബി ഇദ്റാഖിൽ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യാ എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം. ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യാ ബി ഇദ്റാഖി ഉക്കോയി നിസ്ബ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യാ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നുദിരിക്ക, നമ്മൾ ഇദ്റാഖ് ചെയ്യും. അന്ന നിസ്ബത്താൽ നിസ്ബയാകുന്നത് വാക്കിയത്താണ്. നിസ്ബ വാക്കിയാണ് എന്ന് നമ്മൾ ആദ്യം ചെയ്യും, ഇദ്റാഖ് ചെയ്യും, മനസ്സിലാക്കും. ഉക്കോയിനെ ഇദ്റാഖ്, അതായത് ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യാ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ എന്താണ്? നിസ്ബ വാക്കിയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിസ്ബ വാക്കിയാണ് എന്ന് ആദ്യമല്ല, നിസ്ബ നമ്മൾ നിസ്ബ വാക്കിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉക്കോയിന്റെ ഇദ്റാഖ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം നിസ്ബയുടെ വാക്യം. അപ്പൊ സെയ്ദും കാത്തിമെന്ന് പറഞ്ഞാൽ അതായത് പിന്നെ കിതാബത്തിന്റെയും ഇൻസാനിന്റെയും ഇടയിൽ നിസ്ബകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കിതാബത്ത് എന്നുള്ളതിന് ഇൻസാനിനേക്കാൾ സുബൂത്താക്കുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. അതിനാണ് അവിടെ ഉക്കോയിന്റെ ഇദ്റാഖ്. എനിക്ക് ഇദ്റാഖും ഈ പറയപ്പെട്ട ഇദ്റാഖിനെ സംബന്ധിച്ച് എന്തെന്ന് പേര് പറയാ? ഹുക്മ് എന്ന് പറയാ. നേരെ മറിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ അടിസ്ഥാനം എന്തല്ല, ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാൻ പറ്റൂല? ഹുക്മ് എന്ന് പറയാൻ പറ്റൂല. ഇത് ഹുക്മാണ്. മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി എന്തെന്ന് ഹുക്മ് എന്ന് പറയാം. അത് ഈജാബിയായ ഹുക്മാണ് എന്ന് പറയാം. അതേപോലെ പബി ഇദ്റാഖി അതുമുലുക്കോയിനെ ഇദ്റാഖ് ചെയ്യാ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് ജീവിക്കാൻ നിസ്ബത ലൈസത ബിവാഖിയത്തി, നിസ്ബ വാക്കിയല്ല എന്ന് ഇദ്റാഖ് ചെയ്യാം. ആ ഇദ്റാഖ് ചെയ്യലോ വൈസമ്മ അതിന്റെ ഇദ്റാഖ് ഹുക്മൻ സൽബിയ. ഈ പറയപ്പെട്ട ഇദ്റാഖിനെ സംബന്ധിച്ച് സൽബിയായ ഹുക്മു എന്നെന്ത് ചെയ്യും? പേര് പറയപ്പെടും. അപ്പൊ സത്യത്തിൽ എന്ത് വന്ന് ഹുക്മു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ സെയ്ദും കാത്തിബുൻ എന്നൊക്കെ പറയുമ്പോഴേ അവിടെ നമ്മളിപ്പോ സെയ്ദും കാത്തിബുൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സെയ്ദും കാത്തിബുൻ എന്ന് പറഞ്ഞോർത്ത് നമ്മള് അവിടെ പിന്നെ ഇദ്റാഖ് ഉണ്ടോ, നിസ്ബ നമ്മൾ ഇദ്റാഖ് ചെയ്തിക്കണോ, അവിടെ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്തിക്കണോ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തേ ഉള്ളൂ? നിസ്ബ ഇദ്റാഖ് നിസ്ബ വാക്കിയാണ് എന്ന് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഇദ്റാഖിനേക്ക് ഹുക്മ് എന്ന് പറയും. ഇപ്പൊ സെയ്ദ് കായിമാന്ന് പറഞ്ഞു. അപ്പൊ ഈ കായിമിന്റെയും സെയ്ദിന്റെയും ഇടയിലുള്ള നിസ്ബ വാക്കിയാണ്, സുബൂത്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന രൂപത്തെ സംബന്ധിച്ച് ഈജാബിയായ ഹുക്മ് എന്ന് പറയും. അതുപോലെ സെയ്ദുൽ ലൈസബി കായിമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്? കായിമിനെ സെയ്ദിനെ തൊട്ട് നഫി ചെയ്യലാണ്, അഥവാ അതുമുൽ ഖിയാമിന് സെയ്ദിക്ക് സുബൂത്താക്കലാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പേര് പറയാ? സൽബിയായ ഹുക്മ് എന്നെന്ത് ചെയ്യാ പറയാം. എങ്കിൽ ഇപ്പൊ നമുക്ക് വേറൊരു വിഷയം മനസ്സിലാക്കാൻ ഒരാശക്ക സംശയമില്ല. അന്ന ഇദ്റാഖ ഉക്കോയി നിസ്ബത്തിൽ ആ ഉക്കോയിയ, ഒരു നിസ്ബന്റെ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യാ, അല്ലെങ്കിൽ ലാ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യാം. നിസ്ബന്റെ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യുക, അല്ലെങ്കിൽ ലാ ഉക്കോയിനെ ഇദ്റാഖ് ചെയ്യുക. അപ്പൊ സെയ്ദും കാത്തിബുൻ എന്ന് പറഞ്ഞിടത്ത് നിസ്ബന്റെ ഉക്കോയ്, അതായത് കിതാബത്ത് എന്ന് പറഞ്ഞതായ ആ നിസ്ബ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ഇദ്റാഖ് ചെയ്യാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനെ ഇദ്റാഖ് ചെയ്യലാകുന്നത് യജിബു, അത് നിർബന്ധമാകും. ഇദ്റാഖിൻ നിസ്ബത്തുൽ ഹുക്മിയ്യ, നിസ്ബത്തുൽ ഹുക്മിയ്യനെ ഇദ്റാഖ് ചെയ്യുന്നതിനെ തൊട്ട് എന്ത് ചെയ്യും? തിന്തണം. അത് കാരണം എന്താണ്? ആദ്യം നിസ്ബ വാക്കിയാണ് എന്ന് മനസ്സിലായതിന്റെ ശേഷല്ലേ അവിടെ ഹുക്മിയായ, പിന്നെ അവിടെ നിസ്ബത്തുൽ ഹുക്മിയ എന്നുകൊണ്ട് ഹുക്മി ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ നിസ്ബത്തുൽ ഹുക്മി ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആദ്യം നിസ്ബ വാക്കിയാണ് നമ്മൾ അറിയണമല്ലോ.
അല്ലെങ്കിൽ നിസ്ബ വാക്കി അല്ല എന്ന് അറിയണ്ടേ? ഒരു പക്ഷേ നിസ്ബ വാക്കിയാണ് എന്ന് നമ്മൾ ഇതറാക്ക് ചെയ്യണം, എങ്കിൽ നിസ്ബ വാക്കി അല്ല എന്ന് ഇതറാക്ക് ചെയ്യണം. അപ്പോഴല്ലേ അവിടെ നിസ്ബത്തിൽ ഹുക്മി ഉണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അതാ നമ്മൾ പറഞ്ഞത് എന്തെന്ന്, നിസ്ബത്തിൽ ഹുക്മിയെ ഇതറാക്ക് ചെയ്യുന്നതിന് തൊട്ട് ഇത് പിന്തണമെന്ന് പറയാനുള്ള കാരണം ഏത്? ഉക്കൂൻ നിസ്ബനെ ഇതറാക്ക് ചെയ്യുക, ലാ ഉക്കൂൻ നിസ്ബനെ ഇതറാക്ക് ചെയ്യുക എന്നുള്ളത് പിന്തണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഏത്? നിസ്ബത്തുൽ ഹുക്മിയെ ഇതറാക്ക് ചെയ്യുന്നത് പിന്തണം. ഉദാഹരണം ഏതുപോലെ? കമാ യജിബു നിർബന്ധമാകുന്നത് പോലെ, താഖുറു ഇദ്റാക്കിഹ, അതായത് ഈ നിസ്ബത്തുൽ ഹുക്മിനെ ഇദ്റാക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ നിർബന്ധമാണ്. അനിദ്റാക്കി തെർഫൈഹ, അതിന്റെ രണ്ട് തെർഫിനെ ഇദ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം മഹ്മൂലും മൗദൂവും ഉണ്ടായതിന്റെ ശേഷല്ലേ, മഹ്മൂലും മഹ്മൂലും ഉണ്ടായതിന്റെ ശേഷല്ലേ ഈ നിസ്ബത്തുൽ ഹുക്മിയെയും ഹുക്മു നിസ്ബയും എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മൗദൂ ആദ്യം ഇവിടെ വരണം, മഹ്മൂൽ ആദ്യം വരണം. ഇത് രണ്ടും വന്നിട്ട് അതിനെ മനസ്സിലാക്കിയതിന്റെ ശേഷം അതിനെ ഇദ്റാക്ക് ചെയ്തതിന്റെ ശേഷം നിസ്ബത്തുൽ ഹുക്മിന്റെ ഇദ്റാക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹുക്മിൻ രണ്ടും രണ്ടായി മാറ്റിയെന്ന് മാത്രം. രണ്ടിനെയും രണ്ട് രൂപത്തിലായി നമ്മൾ മനസ്സിലാക്കി. ഹുക്കം ഒന്ന് വേറെ, നിസ്ബത്തുൽ ഹുക്മി ഒന്ന് വേറെ അല്ല മനസ്സിലാക്കണം. നിസ്ബത്തുൽ ഹുക്മി ഒന്ന് വേറെ, ഹുക്കം ഒന്ന് വേറെ. അതായത് പിന്നെ നിസ്ബ വാക്കിയാണ് എന്ന് നമ്മൾ ഇദ്റാക്ക് ചെയ്യുന്നതിലേക്ക് ഹുക്മ് എന്ന് പറയും. എങ്കിൽ നിസ്ബ വാക്കി അല്ല എന്ന് ഇദ്റാക്ക് ചെയ്യുന്ന സംബന്ധിച്ച് നമ്മൾ ഹുക്മ് എന്ന് പറയും. ആദ്യം പറഞ്ഞത് ഈജാബിയായ ഹുക്കുമാണ്, രണ്ടാമത് പറഞ്ഞത് സൽബിയായ ഹുക്കുമാണ്. അതാണ് ഹുക്മ്. നേരെ മറിച്ചുകൊണ്ട് നിസ്ബത്തുൽ ഹുക്മിയ മറ്റൊന്നാണ്. നിസ്ബത്തുൽ ഹുക്മിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഏതുണ്ടാവണം? മൗദൂ ഉണ്ടാവണം, പിന്നെ മഹ്മൂദ് ഉണ്ടാവണം, പിന്നെ അതിന്റെ ഇടയിലുള്ളതായ ഹുക്മു നിസ്ബ ഏതാണെന്ന് അറിയണം. അതൊക്കെ ഉണ്ടായതിന്റെ ശേഷം ഏതുണ്ടാവുള്ളൂ? ഈ നിസ്ബത്തുൽ ഹുക്മിയ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഈ മീറിന്റെ ഈ കൗല് പ്രകാരം, മീറിന്റെ ഈ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് ചുരുക്കം മനസ്സിലാക്കാം. എന്ത്? ഹുക്മൊന്ന് വേറെ, നിസ്ബത്തുൽ ഹുക്മിയ ഒന്ന് വേറെ. ഷാരി അതിലേക്ക് സൂചന നൽകിയിരിക്കണല്ലോ. നിസ്ബത്തുൽ ഹുക്മി ഒന്ന് വേറെയാണ്, ഹുക്കുമൊന്ന് വേറെ എന്നുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിലേക്ക് സൂചന ഷാരി നൽകും ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് നേരിന്റെ അടുത്ത കൗല് റുബ്ബമായ സുലു. അതേതാന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിസ്ബ വാക്കിയാണ് അല്ലെങ്കിൽ നിസ്ബ വാക്കിയല്ല എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഹുക്കുമാണ്. റുബ്ബമായ സുലു ഇദ്റാഖുൻ നിസ്ബത്തിൽ ഹുക്മിയ ബിദൂനിൽ ഹുക്മി. കണ്ടില്ലേ? അതായത് നിസ്ബത്തുൽ ഹുക്മി ഒന്ന് വേറെ, ഹുക്കുമൊന്ന് വേറെ, രണ്ടും രണ്ടായി വേർതിരിക്കുന്ന രൂപം അതാ വിശദീകരിക്കുന്നത്. അപ്പൊ നിസ്ബത്തുൽ ഹുക്മിയെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളത് ഹുക്മിനെ ഇല്ലാതെ തന്നെ നിസ്ബത്തുൽ ഹുക്മി നമുക്ക് എന്ത് ചെയ്യാം? ഇദ്റാഖ് ചെയ്യാം. മനസ്സിലായില്ല? ഹുക്കുമാണോന്നില്ല, ഹുക്കുമില്ലാതെ തന്നെ നിസ്ബത്തുൽ ഹുക്മിയെ ചിലപ്പം വേണം എന്ത് ചെയ്യുക? ഇദ്റാഖ് ചെയ്യുക. അതിനെ സംബന്ധിച്ചാണ് ഇനി സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ പോലെ നിസ്ബത്തുൽ ഹുക്മിയെയും ഹുക്കുമും രണ്ടും രണ്ടാണെന്നാണ് പിന്നെ ഈ മീറിന്റെ ദാവേന് മനസ്സിലാവുന്നത്. മീറിന്റെ വാദം അതിലേക്കാണ് സൂചന നൽകുന്നത്. അതെന്നെ നീ പറയാൻ പോലെ റുബ്ബമായ സുലു ഈ പറഞ്ഞ വിഷയം. അതിനെ സംബന്ധിച്ച് ഇനി മീർ പറയുന്നു. എന്താ പറയുന്നത്? അഖൂലു, ഞാൻ പറയട്ടെ, ലാ ഖഫാഅ, ഒരു അവ്യക്തതയുമില്ല, ഫീ തമായുസി ഇദ്റാഖിൽ ഇൻസാനി, ഇൻസാനിനെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളത് വേർതിരിയും. അതേപോലെ തന്നെ പിന്നെ ഇദ്റാഖി മഫ്ഹൂമിൽ കാത്തിബി, കാത്തിബിനെ ഇദ്റാഖ് കാത്തിബിന്റെ മഫ്ഹൂമിനെ ഇദ്റാഖ് ചെയ്യുക എന്ന് പറഞ്ഞതും എന്ത് ചെയ്യും? വേർതിരിയും. അതേപോലെ തന്നെ ഇദ്റാഖിൻ നിസ്ബത്തി ബൈനഹുമ, അവ രണ്ടിന്റെയും ഇടയിലുള്ള നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക എന്നതും വേർതിരിയും. എന്ത് പറഞ്ഞത്? അതായത് നിസ്ബനെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളതൊന്ന് വേറെ അല്ല. അപ്പൊ ഇൻസാന് കാത്തിബ് എന്ന് പറയുമ്പോൾ ഇൻസാനിനെ ഇദ്റാഖ് ചെയ്യലൊന്ന് വേറെ, അതേപോലെ കാത്തിബ് എന്നുള്ളതിന്റെ മഫ്ഹൂമിനെ ഇദ്റാഖ് ചെയ്യലൊന്ന് വേറെ. അതേപോലെ തന്നെ ഇദ്റാഖ് അതേപോലെ ഈ കാത്തിബിന്റെയും ഇൻസാനിന്റെയും ഇടയിൽ
നിസ്ബയുണ്ട് എന്ന് ഇദ്റാക്ക് ചെയ്യൽ മറ്റൊന്ന്. അപ്പൊ ഇത് മൂന്നായിട്ട് നമുക്ക് മനസ്സിലായി. അഭിപ്രായത്തിലല്ലേ ഇത് മൂന്ന് തന്നെയാണ്. അവിടൊക്കെ മൂന്നിന്റെ ഇടയിൽ തമായുസ് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എവിടെയാണ്? വൈന്നമലുൽത്തിബാസ്, തിരിച്ചറിയായ്മ എവിടെയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ ചർച്ച. ഇത് പ്രധാനപ്പെട്ട ചർച്ച തന്നെയാണ്. വൈന്നമൽ ഇർത്തിബാസു, എവിടെയാണ് ഇർത്തിബാസ് ഉള്ളത്? കൺഫ്യൂഷൻ എവിടെ ഉള്ളത്? ബൈന ഇദ്റാക്കിൻ നിസ്ബത്തിൽ ഹുക്മിയ്യത്തി വ ബൈനൽ ഇദ്റാക്കിൽ ലദീ സമ്മൈനാഹു മാ, അവിടെയാ വിഷയമുള്ളത്. ബൈനമൽ ഇർത്തിബാസു, എങ്കിലും ഈ കൺഫ്യൂഷൻ ഉള്ളത് ബൈന ഇദ്റാക്കി നിസ്ബത്തിൽ ഹുക്മിയ്യ, നിസ്ബത്തുൽ ഹുക്മിയ്യനെ ഇദ്റാക്ക് ചെയ്യാം. വ ബൈനൽ ഇദ്റാക്കിൽ ലദീ സമ്മൈനാഹു ഹുക്മ, അതായത് ഹുക്മ് എന്ന് പേര് പറയപ്പെടുന്ന ഇദ്റാക്ക്, ഹുക്മ് എന്ന് നമ്മൾ പറയാറുള്ള ഇദ്റാക്ക്, ആ ഇദ്റാക്കും നിസ്ബത്തുൽ ഹുക്മിയ്യയും അവ രണ്ടിന്റെയും ഇടയില് ഇർത്തിബാസ് ഉണ്ട്. കാരണം ചിലപ്പം സാധാരണ ഈ നിസ്ബത്തുൽ ഹുക്മിയെ ഹുക്കുമായിട്ട് ഇർത്തിബാർ ചെയ്യാറുണ്ട്, ചിലപ്പം ഹുക്കുമിനെ നിസ്ബത്തുൽ ഹുക്മിയായിട്ടും പറയാറുണ്ട്. രണ്ടും ഒരേ മാനാക്കിന് ഇസ്തിമാൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് സത്യത്തിൽ പറഞ്ഞാല് ഈ നിസ്ബത്തുൽ ഹുക്മിയെയും ഹുക്കുമും എങ്ങനെ വേർതിരിയും? ഇതാണ് ഇപ്പൊ അവിടെയുള്ള ചർച്ച. ഫലിദാലിക, ഈ കാരണം കൊണ്ട് തന്നെയാണ് അശാറ ഷാരി സൂചിപ്പിച്ചത്. എങ്ങോട്ട് സൂചിപ്പിച്ചത്? ഇലാ തമായുസിഹിമ, അവ രണ്ടും പിന്നെ ഈ വേർതിരിയുമെന്നുള്ളതിലേക്ക് സൂചിപ്പിച്ചത്. ഇലാ തമായുസിഹിമ, അവ രണ്ടും വേർതിരിയും എന്നുള്ളതിലേക്ക് എന്ത് ചെയ്ത് സൂചിപ്പിച്ചു. എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാ സൂചിപ്പിച്ചത്? പിന്നെ ഷാരിന്റെ കോലുകൊണ്ട്, അതായത് ഷാരിന്റെ കോല് കൊണ്ട് പറഞ്ഞില്ലേ, ഏത് റുബ്ബമായ ഇദ്റാക്കുൽ ഹുക്മിയ്യത്തി നിസ്ബത്തുൽ ഹുക്മിയ്യത്തി ബിദൂനിൽ ഹുക്മി എന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് സൂചിപ്പിച്ചില്ല. അതായത് ഈ നിസ്ബത്തുൽ ഹുക്മിയ്യനെ ഇദ്റാക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ കരസ്ഥമാകും ഹുക്മി, അതായത് നിസ്ബത്തുൽ ഹുക്മിനെ ഇദ്റാക്ക് ചെയ്യുക എന്നുള്ളത് കരസ്ഥമാവും ഏതില്ലാതെ? ഹുക്മില്ലാതെ. അപ്പൊ ഹുക്മില്ലാതെ തന്നെ നിസ്ബത്തുൽ ഹുക്മിനെ ഇദ്റാക്ക് ചെയ്യാം, ഹുക്മിനെ രണ്ടായിട്ട് എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയാണ് എന്തെന്ന്, അതായത് പിന്നെ ഫൈനൽ മുത്തശക്കിക്ക, തീർച്ചയായിട്ടും സംശയിക്കുന്ന ഒരാള്, ഫൈനൽ മുത്തശക്കിക്ക സംശയിക്കുന്നതായ ഒരു വ്യക്തി, പിന്നെ നിസ്ബത്തുൽ ഹുക്മിയ നിസ്ബത്തുൽ ഹുക്മിയയുടെ വിഷയത്തിൽ സംശയമുള്ളതായ ഒരു വ്യക്തി, ഏതാണ് നിസ്ബത്തുൽ ഹുക്മിയ അല്ലെങ്കിൽ ഏതാണ് ഹുക്മ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ സംശയമുള്ളതായ ഒരു വ്യക്തി, മുതറദ്ദിദുൻ, അവൻ ഇടയാട്ടമാകുന്നതാണ്. അപ്പൊ നിസ്ബത്തുൽ ഹുക്മിയയിൽ പിന്നെ ഇസ്കാൽ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഏത് തറദ്ദുദ് ഉണ്ടാകുന്നത്. എവിടെ തറദ്ദുദ് ഉണ്ടാവും? ബൈന വുഖൂഇഹ ഔ ലാ വുഖൂഇഹ, നിസ്ബയുടെ വുഖൂഇന്റെയും ലാ വുഖൂഇന്റെയും ഇടയിൽ. എങ്ങനെ? നിസ്ബന്റെ വുഖൂഇന്റെയും അതേപോലെ തന്നെ ലാ വുഖൂഇന്റെയും ഇടയില് അവർക്ക് എന്തുണ്ടാവും? സംശയം ഉണ്ടാവും. സംശയിക്കുന്ന ഒരു വ്യക്തി ഓൻ തറദ്ദുദാവും. അതായത് നിസ്ബത്തുൽ ഹുക്മിയയിൽ ഒരാള് സംശയിക്കുമ്പോ ആ സംശയിക്കുന്ന വ്യക്തി എവിടെ തറദ്ദുദാവും? വുഖൂ നിസ്ബന്റെ ഇടയിലും ലാ വുഖൂ നിസ്ബന്റെ ഇടയിലും എനിക്ക് തറദ്ദുദുണ്ടാവും. കാരണം എന്താ? ഇവിടെ നിസ്ബത്തുൽ ഹുക്മിയെന്ന വിഷയം എനിക്ക് ഉറപ്പില്ല. അവിടെ ഈജാബിയായ ഹുക്കുമാണോ അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെൽബിയായ ഹുക്കുമാണോ ചെയ്യേണ്ടത് എന്നവർക്ക് അറിയില്ല. അപ്പൊ സത്യത്തിൽ അവിടെ വുഖൂ നിസ്ബ ഉണ്ടോ ലാ വുഖൂ നിസ്ബയാണോ ഉള്ളത് എന്ന് പറയാനും പറ്റൂല. കാരണം എനിക്ക് പറയും ഇന്ന ഹുക്കുമുണ്ടെന്ന് എനിക്ക് അറിയണ്ടേ, ഇത് അറിഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ എന്ത് വന്നെന്ന് പറഞ്ഞാല് ഫഖദ് ഹസല ലഹു, അപ്പൊ അവനക്ക് കരസ്ഥമായി. എന്ത് കരസ്ഥായി? ഇദ്റാഖുൻ നിസ്ബത്തിൽ ഹുക്മിയ, ഹുക്മിയ നിസ്ബത്തുൽ ഹുക്മിയെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളത് അവനക്ക് ഉണ്ടായി. കത്താൻ നിലക്ക് നിസ്ബത്തുൽ ഹുക്മിയെ ഇദ്റാഖ് ചെയ്യുക അവനക്കുണ്ട് ഉണ്ടായി. അത് ശരിയാണ്. നിസ്ബത്തുൽ ഹുക്മിയെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ള വിഷയമുണ്ട്. കാരണം നിസ്ബത്തുൽ ഹുക്മിയന്റെ വിഷയത്തിൽ സംശയിക്കുമ്പോ നിസ്ബത്തുൽ ഹുക്മിയ ഉണ്ട് എന്ന് ആദ്യം അറിയണ്ടേ? നിസ്ബത്തുൽ ഹുക്മിയയിൽ സംശയിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം നിസ്ബത്തുൽ ഹുക്മിയ എന്താണെന്നത് അറിയണ്ടേ? അപ്പോഴല്ലേ ഓൻക്ക് സംശയം ഉണ്ടാവുള്ളൂ.
അപ്പൊ നിസ്ബത്തുൽ ഹുക്മിയിൽ സംശയിക്കുന്ന ഒരാള് ഉക്കൂ നിസ്ബന്റെ ലാ ഉക്കൂ നിസ്ബന്റെ ഇടയിൽ അവനക്ക് എന്തുണ്ടാവും? തറദ്ദുദുണ്ടാവും. അപ്പൊ നിസ്ബത്തുൽ ഹുക്മിയ അവൻക്ക് കരസ്ഥമായി. പക്ഷെ ഏത് കരസ്ഥമാകൂല? ഈ ഫലം യസുല്ലഹുൽ ഇദ്റാഖുൽ മുസമ്മാ ബിൽ ഹുക്മി അല്ല ബിൽ ഹുക്മി, അതായത് ഈ ഹുക്മ് എന്നത് കൊണ്ട് പേര് പറയപ്പെടുന്ന ഇദ്റാഖ് അവനക്ക് കരസ്ഥായിട്ടില്ല. വലം യസുൽ, അവനക്ക് കരസ്ഥമായിട്ടില്ല. അൽ ഇദ്റാഖു, ഇദ്റാഖ് കരസ്ഥമായില്ല. എങ്ങനത്തെ ഇദ്റാഖ്? അൽ മുസമ്മ, പേര് പറയപ്പെടുന്ന ഹുക്മി, ഹുക്മ് കൊണ്ട്. അപ്പൊ ഹുക്മ് കൊണ്ട് പേര് പറയപ്പെടുന്ന ഇദ്റാഖ് അവനക്കുണ്ടായില്ല. എന്താണോ കാരണം? ഹുക്മ് എന്ന് പറഞ്ഞാല് ഇദ്ആനെ സംബന്ധിച്ച് പറയിക്കാതെ ഇദ്ആൻ പറയാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ അപ്പൊ തന്നെ ഹുക്മ് 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 എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇദ്ആനെ സംബന്ധിച്ചാണല്ലോ സാധാരണ ഹുക്മ് എന്ന് പറയാ. ഈ ഇദ്ആൻ ഓൻക്കുണ്ടായില്ലല്ലോ, ഈ എത്തിക്കാതെ ഓൻക്കുണ്ടാകുന്നില്ല. കാരണം എന്താ? ഓൻ മുതശക്കിക്കാണ്. നിസ്ബത്തുൽ ഹുക്മിയന്റെ വിഷയത്തിൽ ഓൻ മുതശക്കിക്കാണ്. അപ്പൊ നിസ്ബത്തുൽ ഹുക്മിയന്റെ വിഷയത്തിലും മുതശക്കിക്കാവുമ്പോ ഓനക്ക് ഹുക്മ എവിടെ കിട്ടി? കിട്ടിയില്ലല്ലോ. അപ്പൊ ഇത് എന്ത് മനസ്സിലായി? നിസ്ബത്തുൽ ഹുക്മി ഒന്ന് വേറെ, പിന്നെ ഹുക്ം ഒന്ന് വേറെ. മനസ്സിലായ? മീന്റെ നേരത്തെ കൗലും അതിലേക്കാ സൂചന കൊടുക്കുന്നത്, ഈ പറഞ്ഞതും അതിലേക്കാ സൂചന കൊടുക്കുന്നത്. അല്ലാഹു റബ്ബി. അപ്പൊ വലം യസുല്ലഹുൽ ഇദ്റാഖുൽ മുസമ്മാ ബിൽ ഹുക്മി, അതുകൊണ്ട് തന്നെ പോകുമാ. മീറിന്റെ നല്ല സമർത്ഥനം, മീർ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുമാ. ഇത് രണ്ടും ഏത്? ഈ നിസ്ബത്തുൽ ഹുക്മിയ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഹുക്മ് എന്ന് പറഞ്ഞതും എന്താ? നിസ്ബത്തുൽ ഹുക്മിയ എന്നുള്ളതും ഹുക്മ് എന്ന് പറഞ്ഞതും മുത്തഗായിറാനി ജസ്മാ. അത് മുത്തഗായിറാനി, അത് രണ്ടും മുത്തഗായിറാണ്. ജസ്മൻ നിലക്ക് മുത്തഗയ്യറ, ഉറപ്പായിട്ട് ദാത്തിയായിട്ട് തന്നെ അത് മുത്തഗായിറാണ്. ഈത്തിബാറിന്റെ അടിസ്ഥാനത്തിലല്ല. ഈത്തിബാർ ചിലപ്പോൾ ആളുകൾ ഈത്തിബാർ ചെയ്യാം. നിസ്ബത്തുൽ ഹുക്മിനെ ഹുക്കുമായിട്ടും ഹുക്മിനെ നിസ്ബത്തുൽ ഹുക്മിയായിട്ടും ഈത്തിബാർ ചെയ്യാം. നമ്മൾ ഈത്തിബാറിന്റെ അടിസ്ഥാനത്തില്ല, ജസ്മൻ നിലക്ക് തന്നെ. രണ്ട് അഭിപ്രായം അതിലില്ല. ജസ്മൻ നിലക്ക് തന്നെ ഈ നിസ്ബത്തുൽ ഹുക്മിയയും ഹുക്മും തമ്മിൽ എന്തുണ്ട്? തഗായിറുണ്ട്. എങ്കിൽ കഥാരിക്കാം ഇവിടെ കാര്യം സുബൂത്തായില്ല. നിസ്ബത്തുൽ ഹുക്മിയയും ഹുക്മും രണ്ടും രണ്ടാണെന്ന് വന്ന് എന്നവ കഥാരിക്ക എന്നാൽ അപ്രകാരം തന്നെ. കഥാരിക്ക അപ്രകാരം തന്നെ. മൻ വന്ന എപ്രകാരച്ചാൽ ഇവിടെ മുത്തശക്കിനെ പറ്റി പറഞ്ഞല്ലോ. നിസ്ബത്തുൽ ഹുക്മിയയിൽ മുത്തശക്കിക്കായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ചർച്ച ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മീർ എന്ത് സമർത്ഥിച്ചത്? നിസ്ബത്തുൽ ഹുക്മിയന്റെയും ഹുക്മിന്റെയും ഇടയിൽ എന്തില്ല, അല്ല പിന്നെ ഹുക്മിന്റെയും ഇടയിൽ തഗായിറുണ്ട് എന്ന് സുബൂത്താക്കിയത്. കദാലിക എന്നാൽ അപ്രകാരം തന്നെ. മൻ ഒരാള്, മൻ ഒരാള്, ലന്ന ഒരാൾ ലന്ന് ചെയ്തു. ലന്ന ഒരാൾ ലന്ന് ചെയ്തു. ഉക്കുവൻ നിസ്ബത്ത്, നിസ്ബണ്ട് എന്ന് ലന്ന് ചെയ്തു. ഇപ്പൊ സെയ്ദും കായിമെന്ന് പറഞ്ഞ് ആ സെയ്ദും കായിമുൻ എന്ന് പറഞ്ഞിടത്ത് നിസ്ബ അവിടെ ഉണ്ടായിട്ടുണ്ട്, വാക്കിയായിട്ടുണ്ട്. ഓനക്ക് ലന്നുണ്ട്, ലന്നുണ്ട്, ലന്നാണുള്ളത്. അപ്പൊ ലന്നാവുമ്പോ ലന്ന് പിന്നെ മുക്കാബല കൊണ്ടും ഉണ്ടാവും, പിന്നെ പൊളിഞ്ഞു പോവല്ലോ. ലന്നങ്ങനല്ലേ, ഇളകണ സാധനല്ലേ ലന്ന് എന്നുള്ളത്. അപ്പൊ ലന്നിങ്ങനെ ഇളകണ സാധനമാണ്. അപ്പൊ ഈ ലന്ന് വേഗം പൊളിഞ്ഞു പോകും, അതാണ്. അപ്പൊ ഒരു ഉക്കൂ നിസ്ബ കൊണ്ട് ഒരാൾ എന്ത് ചെയ്ത് ഭാവിച്ചു, ലന്ന് ചെയ്തു. ലന്ന് ചെയ്തു. പിന്നെ അതോടുകൂടെ അവിടെ ഇപ്പൊ വേറെ വിഷയം തന്നെ. ഒരു ഊഹിച്ചു. അതിമ ഉക്കൂയ്യ, ആ നിസ്ബ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലെന്ത് ചെയ്ത് ഊഹിച്ചു. മനസ്സിലങ്ങനെ ഊഹിച്ചു. എങ്ങനെ? ആദ്യം പിന്നെ നിസ്ബ സംഭവിച്ചിട്ടില്ല എന്ന് ആദ്യന്റെ തന്നെ ചെയ്തത് നിസ്ബ, പിന്നെ വാക്കിയായിക്കുന്നത് തന്നെ ചെയ്ത്, പിന്നെ നിസ്ബ വാക്കിയായിട്ടില്ല എന്ന് ഊഹിച്ചും ചെയ്ത്. അപ്പൊ തീർച്ചയായും കാര്യം ഹസന ലഹു ഇദ്റാഖുൻ നിസ്ബത്ത്, ഹസന ലഹു
അവനക്ക് കരസ്ഥമായിട്ടുണ്ട്. ഇദ്റാഖു നിസ്ബത്തിൽ ഹുക്മിയ, നിസ്ബത്തുൽ ഹുക്മിയന്റെ ഇദ്റാഖ് ഓനക്ക് ഉണ്ടായിക്കണം. കാരണം നിസ്ബത്തുൽ അതായത് നിസ്ബയ ഒന്ന് വാക്കിയാണ് എന്നോ വെന്നിരിക്കണം. നിസ്ബയ വാക്കിയാണ് എന്ന് വെന്ന് ചെയ്തു എന്ന കാരണം കൊണ്ട് തന്നെ നിസ്ബത്തുൽ ഹുക്മിയന്റെ ഇദ്റാഖ് ഓനക്ക് ഉണ്ടായിക്കണം. അതോടുകൂടെ وتجويز جانب السلبي وتجويز جانب السلبي അവന്ത് പറഞ്ഞു വല വ്യാസുൽ ലഹു ലുക്മു എവിടെ ഫൈനോ കത് ഹസല ലഹു ഇദ്റാഖു നിസ്ബത്തുൽ ഹുക്മിയ, നിസ്ബത്തുൽ ഹുക്മിയന്റെ ഇദ്റാഖ് അവൻക്കുണ്ടായി. ഇനി വേറൊന്നും കൂടി ഉണ്ടായിരിക്കുന്നു, ഇവിടെ ഊഹിച്ചില്ല. അതുമ ഉക്കൂയിനെ ഓൻ തവഹുമ ചെയ്തില്ല. മൻലന്ന ഉക്കൂവൻ നിസ്ബത്തി വതവഹുമ അദ്മി വതവഹമ അദ്മ ഉക്കൂയിഹ. ഓൻ എന്തുണ്ടായി? അതായത് അതുമുൽ ഉക്കൂയിനെ ഓൻ ഊഹിച്ചിട്ടുണ്ട്, ഊഹിക്കില്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ അതടിസ്ഥാനത്തിലാ പറഞ്ഞപ്പോ തജ്വീസു ജാനിബി സൽബി, സൽബിന്റെ ജാനിബ് ജായിസാക്കുക എന്നൊരു കാര്യവും എനിക്ക് കരസ്ഥമായി. എങ്ങനെ? തജ്വീസ മർജൂഹ, അതായത് മർജൂഹായ ജായിസാക്കൽ, മർജൂഹായ രൂപത്തിലുള്ള ജായിസാക്കൽ അവനക്കുണ്ടായി. മർജൂഹായ രൂപത്തിലുള്ള ജായിസാക്കൽ അവനക്കുണ്ടായി. ഇപ്പൊ എന്തേപ്പ പറഞ്ഞ് മനസ്സിലായ? അതായത് എന്ത് ഈ മർജൂഹായ തജ്വീസ് എന്ന് പറഞ്ഞാല്? ഈ മർജുവായ തജ്വീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? തവക്കമ അതുമുലുക്കൂയിനല്ലേ? അതുമുലുക്കൂയിനെ ഓൻ ഊഹിച്ചു എന്നല്ല പറഞ്ഞത്, അതുമുലുക്കൂയിനെ ഓൻ വഹ്മ് ചെയ്തു. അപ്പൊ അതുമുലുക്കൂയിനെ ഓൻ വഹ്മ് ചെയ്തു എന്ന് വെക്കുമ്പോഴേ മനസ്സിലായില്ലേ? ഇത് സത്യത്തിൽ പറഞ്ഞാല് പിന്നെ സെൽബിനുക്കുള്ള ജാനിബ്, സെൽബിന്റെ ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. അതുമുലുക്കു സെൽബല്ലേ? അപ്പൊ ആ ഭാഗം ഇവിടെ വരാൻ സാധ്യത ഉണ്ട്, ഒരു ഇത്തിമാല്. അതുകൊണ്ടാണ് ഊഹിച്ചത് ഓന്. അതോടുകൂടെ ഈ ലന്നും വഹുമും വന്നാൽ കൂടുതൽ സ്ഥാനം ഏതിനിക്കാണ്? വഹ്മിനിക്കല്ല, ലന്നിനിക്ക. അല്ലന്നു അക്വാ മിനൽ വഹ്മീനാണ് പറയപ്പെടാറുള്ളത് അല്ലെ? അല്ലന്നു അക്വാ മിനൽ വഹ്മീന സാധാരണ ഉക്കമാവ് പറയാറുള്ളത്. അതായത് വഹ്മിനേക്കാളും പിന്നെ അക്വയാണ് ഏത്? ലന്ന്. അതായത് വഹ്മിനേക്കാളും അക്വയാണ് ലന്ന്. അപ്പൊ അതടിസ്ഥാനത്തിൽ അവിടെ പറഞ്ഞപ്പോ തജ്വീസു ജാനിബി സൽവി തജ്വീസും മർജൂഹ, മർജൂഹായ രൂപത്തിലുള്ള ജവാസ് അവിടെ ഉണ്ടായി. ഇപ്പൊ ഇവിടെ നോക്കാൻ നിങ്ങൾ ഇവിടെ നിസ്ബന്റെ ഉക്കോയിന്റെ വെന്നു, അതായത് നിസ്ബത്തുൽ ഹുക്മി ഓനക്ക് കരസ്ഥമായിട്ടുണ്ട്, ഇദ്റാഖ് ഉണ്ടായിട്ടുണ്ട്. ഈ സൽബിന്റെ ജാനിബ് മർജൂഹായ രൂപത്തിൽ അതുണ്ടായി. പക്ഷേ ഇവിടെ എന്തുണ്ടായിട്ടില്ല? യഥാർത്ഥത്തിലുള്ള സൽബിയായ ഹുക്മുനക്ക് ഉണ്ടായിട്ടില്ല. വലം യാസുൽ ലഹു ഹുക്മു സൽബിയു, അവിടെ വിഷയം. സൽബിയായ യഥാർത്ഥ സൽബിയായ ഹുക്മുനക്ക് ഉണ്ടായിട്ടില്ലല്ലോ. കാരണം യഥാർത്ഥ സൽബിയായ ഹുക്മ അവനക്ക് ഉണ്ടെങ്കിൽ അതുമ ഉക്കൂയ എന്ന് പറയേണ്ടതില്ലല്ലോ. ഒന്ന് അതുമുൽ ഉക്കൂയിനെ വഹ്മ് ചെയ്തു എന്ന് പറയേണ്ട വിഷയം അവിടെ വരുന്നില്ല. അതുമുൽ ഉക്കൂയിനെ വഹ്മ് ചെയ്തു എന്ന് പറയേണ്ടത് എങ്ങവിടെ വരുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? ഇപ്പൊ ഇദ്റാഖു നിസ്ബത്തിൽ ഹുക്മിയ. അപ്പൊ ഈ നിസ്ബത്തുൽ ഹുക്മിയനെ ഇദ്റാഖ് ചെയ്യ എന്ന് പറഞ്ഞത് എന്തായി? മുവായിറുൽ ഹുക്മി സൽബിയെ, സൽബിയായ ഹുക്മിനോട് എതിരായി. എന്നുവെച്ചാൽ ഇവിടെ നിസ്ബത്തുൽ ഹുക്മിനെ ഇദ്റാഖ് ചെയ്തുവെങ്കിൽ ഇവിടെ ഏതുണ്ടായില്ല? സൽബിയായ ഹുക്മ ഉണ്ടായില്ല. സൽബിയായ ഹുക്മ എനിക്കുണ്ടായില്ല. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? നിസ്ബത്തുൽ ഹുക്മിയന്റെയും ഹുക്മിന്റെയും ഇടയിൽ മുവായിറത്ത് വന്നിട്ടുണ്ട്. ഉറപ്പായില്ലേ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇനി നോക്കാണി. ഇനി രണ്ടാമത്തെ, ഇനി നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് പറയാണ്. പറയുന്ന രണ്ടു സത്യത്തിൽ ഒന്നാണ്, പക്ഷെ രണ്ട് ശിക്ക് പറയാം, രണ്ടാമത്തെ ശിക്ക് പറയാണ്. ഇനി വൈദാ ലന്ന, ഒരാൾ വെന്ന് ചെയ്തു. എന്താ വെന്ന് ചെയ്തത്? അതുമ ഉക്കൂയ, അതായത് നിസ്ബത്തുൽ ഹുക്മിയ സംഭവിച്ചിട്ടില്ല എന്ന് എന്ത് ചെയ്ത് ഒരാള് വെന്ന് ചെയ്ത് നിസ്ബ സംഭവിച്ചിട്ടില്ല എന്ന് ലന്ന് ചെയ്ത് ഉക്കൂവിന് ഓൻ വഹ്മു ചെയ്ത്. അപ്പോൾ എന്താ ഉണ്ടായത്? അതായത് അതുമുൽ ഉക്കൂവിന് ഓന് ലന്ന് ചെയ്ത്, അതേപോലെ തന്നെ ഉക്കൂവിന് ഓൻ വഹ്മു ചെയ്ത്.
അപ്പൊ അവിടെ എന്തുണ്ടായി? നിസ്ബത്തുൽ ഹുക്മി ഉണ്ടായി, ഹുക്കുമുണ്ടായില്ല. അതാണ് വഖദ് ഹസദ ലഹു ഇദ്റാഖു നിസ്ബത്തുൽ ഹുക്മിയ, നിസ്ബത്തുൽ ഹുക്മിയന്റെ ഇദ്റാഖ് അവനക്ക് ഉണ്ടായി. വതജ്വീസു ജാനിബിൽ ഈജാബി തജ്വീസൻ മർജൂഹാ, നേരത്തെ പറഞ്ഞ പോലെ. കാരണം വഹ്മ് എന്ന് പറയുന്നത് റന്നിനേക്കാളും എന്താണ്, റന്ന് എന്ന് പറയുന്നത് വഹ്മിനേക്കാളും എന്താണ്, അക്വയാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ആകയാൽ ഹുക്കുമു ഈജാബിയെ, അവൻക്ക് ഈജാബിയായ ഹുക്കുമു എനിക്ക് ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞില്ല സെൽബിയ ഹുക്കുമു എനിക്ക് ഉണ്ടായില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ സെൽബിയായ ഹുക്കുമു എനിക്ക് ഉണ്ടായില്ല. അതേപോലെ ഇവിടെ ഈജാബിയായ ഹുക്കുമു എനിക്ക് എന്ത് ചെയ്തില്ല, ഉണ്ടായില്ല. ആകയാൽ ഈജാബിയായ ഹുക്കുമിനോട് ഇവിടെ പറഞ്ഞ ഇദ്റാഖു നിസ്ബ അത് മുആയിറത്തായി, അത് എതിരായി. അപ്പൊ ഇവിടെ എന്ത് വന്നു? നിസ്ബത്തുൽ ഹുക്മിയയും അതുപോലെ തന്നെ ഹുക്കുമും രണ്ടും രണ്ടെന്നായി. അവിടെ മീർ എന്ത് ചെയ്ത്? ഈ രണ്ടിന്റെയും സത്യത്തിൽ ശാരി എന്തേ പറഞ്ഞു, റുബ്ബമാനേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയുള്ള വിഷയം ശാരീന്റെ നിഗമനം നോക്കണം. ശാരീന്റെ അഭിപ്രായത്തെയും കൂടി ഗണ്ണിച്ചുകൊണ്ടപ്പോ ശാരി ഇവിടെ മീർ സുബൂത്താക്കിയത്. പിന്നെ ശാരി എന്തേ റുബ്ബമായ സുരൂനെ ശാരി പറഞ്ഞിട്ടുള്ളൂ. ശാരി പനുവർ റുബ്ബമായ സുരൂന്നാ പറഞ്ഞത്. പക്ഷെ നമ്മളെ പിന്നെ ഈ മീർ പറഞ്ഞ അങ്ങനെയല്ല. മീർ ഈ രണ്ട് ഇസ്തിദ്ലാലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സമർത്ഥിക്കുക ചെയ്തിരിക്കുന്നത്. ഏത് വിഷയം? അഥവാ നിസ്ബത്തുൽ ഹുക്മിയായും ഹുക്കുമും എന്നത് രണ്ടും രണ്ടെന്നാണ്, മുആയിറത്താണ് എന്നുള്ളത് ആധികാരികമായി തെളിവിന്റെ അടിസ്ഥാനത്തില് അതിനെ സ്ഥിരീകരിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത്? നമ്മളെ പിന്നെ മീർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? പിന്നെ ഈ മീറിന്റെ ദേവയിലൂടെ നിസ്ബത്തുൽ ഹുക്മിയയും ഹുക്കുമും തമ്മിൽ രണ്ടും രണ്ട് തന്നെയാണ് എന്ന് മനസ്സിലായി. മൊത്തത്തിൽ പറഞ്ഞാല് ശാരിയും തെറ്റില്ലാത്ത ആളാണ്. കാരണം കുത്തുബുദ്ദീൻ റാസിയല്ലേ, മൂപ്പരും തെറ്റില്ല, മീറും തെറ്റില്ല. അവർ രണ്ടാൾക്കും കുല്യം വിജയത്തി വലിയ വസ്തബിക്കുൽ ഖൈറാത്ത്. എല്ലാം ഓരോരുത്തർക്കും, അതായത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ന്യായീകരണം ഉണ്ടാവും. ആ ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി എന്നല്ലാതെ മീർ ശാരീനെ ഒതുക്കിയതാണ് അങ്ങനെ വിചാരിക്കണ്ട. ശാരീന്റെ ദേവന്റെ അടിസ്ഥാന തരീക്കിലൂടെ ശാരി പോയി. അതേപോലെ തന്നെ പിന്നെ മീറിന്റെ തരീക്കിന്റെ അടിസ്ഥാനത്തിലൂടെ മീറിന്റെ ദേവൻ മീറും കൊണ്ടുപോയി എന്നേ ഉള്ളൂ. എന്നല്ലാതെ അതിനെ പാടെ നമ്മൾ എന്ത് ചെയ്യണ്ട, പാടെ അതായത് ശാരീനെ പാടെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്ന് അലജിത്തിലാക്ക് നമ്മൾ പറയേണ്ടതില്ല. നമ്മള് ക്ലാസ് ഈ അന്നലിതറാക്ക എന്നത് വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് എടുത്തോക്കിയപ്പോ അങ്ങോട്ട് കുറെ ഇനി എത്തണം. അപ്പോൾ ഇന്ത മുതാഹിരിൽ മന്ദിഖീന എന്ന് പറഞ്ഞ കൗലിന്റെ ഇവിടെ നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദുആ വസീയത്തോടെ വലില്ലാഹിൽ ഹംദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.